ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 ദിവസമായി കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്തു വരികയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ഇവർ കഴിഞ്ഞ 9 ദിവസമായി സമരം ചെയ്തത്. ആ സമരം ഇപ്പോഴും തുടരുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം ഇപ്പോൾ 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുമായി 6ാമത്തെ ദിവസമാണ് സർക്കാർ ഇവരുമായി ആരോഗ്യമന്ത്രിയാണ് ചർച്ച നടത്തിയതെങ്കിലും ആ ചർച്ച പരാജയമായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇവർ സമരം തുടരുകയായിരുന്നു. ഇപ്പോൾ സമരം 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം അത് ഉടനടി നൽകുക, അതുപോലെ തന്നെ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാതെ ഈ ആശാ വർക്കർമാരെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക, പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ പെൻഷൻ തുകയായി നൽകുക, അതുപോലെ തന്നെ എല്ലാ മാസവും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ സമരത്തിലേക്ക് കടന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരത്തിന്റെ ഫലമായി ഇപ്പോൾ അവർക്കെതിരെ കേസ് കൂടി എടുത്തിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളൊന്നും സാധിച്ച് നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്കെതിരെ നിയമ നടപടി കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. 5 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ആശാ വർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, മറ്റു 3 നേതാക്കൾക്കും അതുപോലെ തന്നെ കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയും നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവരെ വലിയ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ഒരു നിയമക്കുരുങ്ങിലേക്കടക്കം അവർ പോകുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം സെക്രട്ടറി ചേരുന്നുണ്ട്. ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണല്ലേ. സമരം ഒന്നും ആയില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേസ് കൂടി എടുത്തിരിക്കുകയാണ്. എന്താണ്? ഇല്ല, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സമരങ്ങൾ ഉണ്ടാവല്ലോ. സ്വാഭാവികമായും അത് ജനാധിപത്യത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ആ മാർഗ്ഗമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. നമ്മളിവിടെ 9 ദിവസമായിട്ട് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും സമാധാനപരമായി ഇത്രയും വലിയ പങ്കാളിത്തത്തോടു കൂടി ഒരു സമരം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാക്കാതെ സമാധാനപരമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണ്. അതിൻ്റെ പേരിലാണ് കലാപാഹ്വാനം നടത്തി, വഴി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിരവധി വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസിട്ടിരിക്കുന്ന നേതാക്കൾക്കെതിരെ. പക്ഷെ കേസൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം സമരത്തിനിരിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നവരാരും അങ്ങനെ പെട്ടെന്ന് ആത്മവീര്യം കെട്ട് പോകുന്ന ആളുകളല്ല. പിന്നെ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ആളുകളും കുറേ സമരങ്ങളൊക്കെ നടത്തിയിട്ട് വന്നിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ സമരങ്ങളെ പോലീസ് അടിച്ചൊതുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമപരമായി അതിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് സമരങ്ങൾ വളർന്നു വരുന്നതെന്ന് അറിയാവുന്ന ആളുകളാണ്. അത് കൂടുതൽ ശക്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് കണ്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല. നമ്മൾ സമരവുമായി മുന്നോട്ട് പോവും. 20ാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരോട് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. എത്തും. പിന്നെ ഒരു തീരുമാനമാകാതെ എത്തുന്നവരാരും തിരിഞ്ഞു പോകില്ല. അപ്പോൾ കേസൊന്നും നമ്മളെ തളർത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും കേസല്ല, മറ്റെന്ത് നടപടികളുണ്ടായാലും അത് നമ്മളെ തളർത്തില്ല. അത്തരത്തിലുള്ളൊരു ഉറച്ച നമ്മൾ രാപ്പകൽ സമരം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ വെറുതെ വന്നിരിക്കുന്നില്ലല്ലോ. ഇതിനെല്ലാം നേരിടാനുള്ള തയ്യാറെടുപ്പോടു കൂടി അല്ലെ അത്തരം ചങ്കൂറ്റത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആശാ വർക്കർമാർ അവരുടെ സമരവുമായി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ 9ാം ദിവസമാണ്. നാളെ കഴിഞ്ഞ് 11ാമത്തെ ദിവസം ആശാ വർക്കർമാർ, അതായത് കേരളത്തിലുള്ള എല്ലാ ആശാ വർക്കർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആശാ വർക്കർമാരുടെ ഒരു മഹാസംഗമം തന്നെ നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് 26,000-ലധികം വരുന്ന ആശമാരായിരിക്കും അന്ന് സെക്രട്ടേറിയറ്റ് പടിക്കലെത്തുകയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിലൂടെ വീണ്ടും സർക്കാർ ഒരു ചർച്ചയ്ക്കെങ്കിലും തങ്ങളെ വിളിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും ആരോഗ്യവകുപ്പ് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവരെ കൈയൊഴിയുകയായിരുന്നു ആരോഗ്യമന്ത്രി ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് മന്ത്രി KN ബാലഗോപാലും ഇവരെ തള്ളുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ 20ാം തീയതി വരുന്ന ആശാ വർക്കർമാരുടെ മഹാസംഗമമാണ്. കേസെടുത്താലും എന്തൊക്കെ സംഭവിച്ചാലും രാപ്പകൽ സമരവുമായി തങ്ങൾ മുന്നോട്ടേക്ക് പോകും. വരുന്ന ആശമാരെല്ലാവരും തന്നെ ഇവർ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അതിലൊരു തീരുമാനം ഉണ്ടാകാത്ത പക്ഷം തിരിച്ചു പോകില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാരും പറയുന്നത്. ഇവരുടെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ സമരപന്തലിലേക്ക് എത്തുന്നത്. ഇന്നലെ ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും ബിന്ദു കൃഷ്ണ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഇന്നലെ എത്തിയിരുന്നു. അതിന് മുമ്പുള്ള ദിവസങ്ങളിലും കോൺഗ്രസ് ഇവിടെ എത്തി ഇവർക്ക് ഇതിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗീവർഗീസ് മാർ കുർലോസ് ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ കാൽനട, അതായത് ആരോഗ്യ രംഗം നോക്കുകയാണെങ്കിൽ ഒരു കാൽപ്പടയാളികൾ തന്നെയാണ് ഈ ആശാ വർക്കർമാരൊക്കെ തന്നെയും. അവരെ അവഗണിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. മനുഷ്യനാകണമെന്ന് പാട്ട് പാടിയാൽ പോരാ, മറിച്ച് ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടി
സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സർക്കാരിനെതിരെ പറഞ്ഞിട്ട് കൂടിയാണ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടുന്ന് മടങ്ങിപ്പോയത്. അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ ആളുകൾ ഇവിടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്ന കാഴ്ച കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ ആശാറ്റ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഓരോ ആശാ വർക്കർമാരുള്ളത്. ഈ വെയിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇവർ ഇവിടെ തന്നെ ഇങ്ങനെ തുടരുകയാണ്. കാരണം ഇതിലൊരു തീരുമാനമാകാത്ത പക്ഷം വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം സാമ്പത്തികമായി അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു മാസം 7000 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന, ഒരു ദിവസം 232 രൂപ മാത്രം ശമ്പളമുള്ള ആളുകളാണ്. ഓരോ ദിവസവും ഓരോ അവരവരുടെ സ്ഥലങ്ങളിലുള്ള വീടുകളിൽ പോയി അവിടുത്തെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിൽ പോയി കേട്ട് വന്ന് നിശബ്ദമായി നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ആശാ വർക്കർമാരായ സ്ത്രീകളൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കണം. തങ്ങൾക്ക് 7000 രൂപ എന്ന് പറയുന്നത് തങ്ങൾക്ക് സാമ്പത്തികമായൊക്കെ തന്നെ 3 മാസം വളരെ തുച്ഛമായ പൈസയാണ്. പക്ഷേ അതുപോലും കിട്ടിയിട്ട് 3 മാസമാകാൻ പോവുകയാണ്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. പലർക്കും വന്നിട്ട് തിരിച്ചു പോകാൻ പോലും വണ്ടിക്കൂലി ഇല്ലാത്ത ഒരവസ്ഥ പോലും ഇവരിൽ പല ആളുകൾക്കുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും സർക്കാർ ഇവരുടെ ഓരോ ആവശ്യങ്ങളെയും പരിഗണിക്കുമെന്ന് തന്നെയാണ് ഈ 9ാം ദിവസവും ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. 20ാം തീയതി മഹാസംഗമത്തോടു കൂടിയെങ്കിലും സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കും, തങ്ങളെ പരിഗണിക്കുമെന്നാണ് ഇവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ